നമുക്കിന്ന് പടവലങ്ങ കറി വയ്ക്കാം. പടവലങ്ങ തക്കാളി ഇട്ടിട്ട് വയ്ക്കാം, വറുത്തരച്ചിട്ട് വെക്കാറുണ്ട്, പിന്നെ മോരിട്ടിട്ട് വെക്കാറുണ്ട്, പരിപ്പിട്ടിട്ട് വെക്കാം. അപ്പോൾ നമ്മളിന്ന് എളുപ്പത്തിൽ 2 മാങ്ങ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങ കൊണ്ട് നല്ല എളുപ്പത്തിൽ ഇന്ന് ഇത്തിരി മടി പിടിച്ച ദിവസമാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ മാങ്ങ കൊണ്ട് ഒരു തട്ടിക്കൂട്ട് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. അപ്പോൾ നമ്മളിന്ന് ചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചട്ടിയിലേക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. ഒരു വറ്റൽമുളകും കൂടെ ഒന്ന് നടുകീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചൂടായി ബ്രൗൺ ഷെയ്ഡ് വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് പടവലങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അത്രേ ആവശ്യമുള്ളൂ. അതിപ്പോൾ ഞാൻ വലിയ പീസുകളാക്കിയിട്ട് ഇട്ടേക്കുന്നത്. ചെറിയ പീസ് ഇഷ്ടം അങ്ങനെ ഇടാട്ടോ. വലിയ പീസ് ആകുമ്പോൾ കടിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും, അത് കാരണം ഇട്ടത്. പിന്നെ ഒരു വലിയ കൈപ്പിടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 12 അല്ലി ചെറിയ ഉള്ളി, ചുവന്നുള്ളി അത് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 8 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്. ഒരു പച്ചമുളകും കൂടെ, നല്ല എരിവുള്ള പച്ചമുളക് എടുക്കുക കേട്ടോ. അതും കൂടെ ചതച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് സവാളയെക്കാട്ടും ടേസ്റ്റ് ഉണ്ടാവുക ചെറിയ ഉള്ളി കേട്ടോ. അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒരു മുരിങ്ങക്കായ ഉണ്ടായിരുന്നു, ഞാൻ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അത് മൂത്ത് തുടങ്ങിയ കാരണം ഇട്ടതാണ്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കാം. കാരണം അതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് ഉണ്ടാവുന്ന ഈ പടവലങ്ങയുടെയും ആ മുരിങ്ങക്കായുടെയൊക്കെ ഒന്ന് ആ പച്ചക്കുത്തൊന്ന് മാറി വരണം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കിയാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. 2 മിനിറ്റോളം അതുപോലെ ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് പച്ചമാങ്ങയാണ് കേട്ടോ അരിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുളിക്കനുസരിച്ചിട്ട് നിങ്ങൾ മാങ്ങ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് മാങ്ങ ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ പച്ചമുളക് നല്ല എരിവുള്ള കാരണം കാശ്മീരി ചില്ലിയാണ് ഇട്ടേക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മാങ്ങ ഇട്ടിട്ട് പിന്നെ വഴറ്റണ്ട കേട്ടോ. മാങ്ങയും ഈ മല്ലിപ്പൊടികളും മുളക് പൊടി ഇട്ടിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല, അത് പച്ചയ്ക്ക് തന്നെ കിടന്നോട്ടെ. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അതെല്ലാം ഒന്ന് മുറ്റി വയ്ക്കുക. ഇനി അത് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ട, മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് നേരത്തെ കുറച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തിളച്ചതിന് ശേഷം ഉപ്പ് ആവശ്യമാണെങ്കിൽ അത് നോക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ അതേ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കഷ്ണങ്ങളൊക്കെ വെന്തോന്നൊന്ന് നോക്കാം. അപ്പോൾ അതേ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്, വല്ലാണ്ട് വെന്തിടേണ്ട കേട്ടോ. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കടിക്കാനായിട്ട്. ഇച്ചിരി ഒരു കട്ടി വേണം, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഉപ്പ് ടേസ്റ്റ് ചെയ്തപ്പോൾ ഇച്ചിരി കൂടി ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് നാളികേരം ചെരുകിയത് ഞാനിവിടെ അരച്ച് വെച്ചതാണ്. നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുക്കുക. എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ നമ്മുടെ ജാറിലേക്ക് ഒഴിച്ചിട്ടൊന്ന് ചിറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ കറിക്ക് എത്ര ആവശ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറുകി വരും. നാളികേരം അരച്ച് വെച്ചിട്ടുള്ളതല്ലേ, അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. നന്നായി തിളക്കട്ടെ. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കാച്ചിടുക വേണ്ടത്. ഇതിപ്പോൾ കാച്ചിയില്ലെങ്കിലും നമുക്കിത് പച്ച അരച്ച ഒരു കറിയായിട്ട് അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറി ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 5-8 അല്ലി ചുവന്നുള്ളി വട്ടനെ അരിഞ്ഞിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ചുവന്നുള്ളി അരിയുമ്പോൾ എപ്പോഴും മൂപ്പിക്കുമ്പോൾ നല്ല ബ്രൗൺ ഷെയ്ഡാക്കിയിട്ട് മൂപ്പിക്കട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കറികൾക്ക്. അതും കൂടെ ഒന്ന് തളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തട്ടിക്കൂട്ട് പടവലങ്ങ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ കറി. അവന് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.